മക്കളുടെ അടുത്തേക്ക് ഉണ്ണിയും മമ്മിയും വീണ്ടും വന്നുട്ടാ. ഉണ്ണി ഇതാ കൊറേ നാളായിട്ട് നിക്കാറില്ല. ഇപ്പൊ പപ്പയെ കൊണ്ട് ക്യാമറമാനെ ഞങ്ങക്ക് കിട്ടിയിരിക്കുന്നു. പപ്പ വീണ്ടും രംഗത്തേക്ക് വന്നിരിക്കുന്നു. അതന്നെ. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു. ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ ഒരു അടിപൊളി മുട്ട റോസ്റ്റാട്ടാ. മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല എരിവോട് കൂടിയിട്ട് മഴക്കാലത്തിന്. ഇപ്പൊ മമ്മി എപ്പോഴും മഴക്കാലം എന്ന് പറയാ. ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി നല്ല എരിവുള്ള നല്ല സൂപ്പർ മസാല ആക്കിയിട്ടുള്ള ഒരു സൂപ്പർ മുട്ട റോസ്റ്റാണ് മമ്മി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ പറയണ്ടെന്ന് അത് കുഴപ്പമില്ല. ഒരു തവണ ഇതേപോലെ പലരും പറഞ്ഞിട്ട് ഞാൻ ഇനി മമ്മീന്ന് പറയില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് കൊറേ മക്കള് പറഞ്ഞു മമ്മീന്ന് തന്നെ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു പഠിച്ചത് ശീലിച്ചത് എനിക്കത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതന്നെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. നമുക്ക് മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് മമ്മി പറഞ്ഞു തരാട്ടാ. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പൊ ആ മസാലയിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂണ് നിറയെ കുരുമുളക്. മെയിനായിട്ട് ഈ മുട്ട റോസ്റ്റിലേക്ക് കുരുമുളകിന്റെ ഇതാണ് ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് മുഴുവനോടെയുള്ള മല്ലി, ഒരു 5-6 എതള് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. അപ്പോൾ അതാ ഇവിടെ മമ്മി ചട്ടി വെച്ചിട്ടുണ്ട്, ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്നിച്ച് എണ്ണയൊന്നും ചേർക്കാതെ ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പെരിഞ്ജീരകവും കുരുമുളകും ഒക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര വേണ്ടോ. നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് പൊടി ഇന്ന് തണുക്കട്ടെ. അല്ല നല്ല രീതിയിൽ തണുത്തിട്ട് മമ്മി ഇതാ കംപ്ലീറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 4 മുട്ടയാട്ടാ മമ്മി എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വേവിച്ച് തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ 2 പീസാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മുട്ട ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇതിനൊന്ന് പതുക്കാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. ഇപ്പോൾ മുട്ട മമ്മി തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഒന്നും കൂടിയും ഈ ഒരു സൈഡും കൂടി ആയി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതേ പാൻ തന്നെ നമുക്ക് എടുക്കാം. ഇതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മസാലകൾ റെഡിയാക്കാം. ഇപ്പോൾ ഇത് ഇത്രയ്ക്കേ വേണ്ടോ. മമ്മി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ മുട്ട നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ വേണം കേട്ടോ. ഇതിലേക്ക് ഒരു 3 സബോള നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. സബോള കുറച്ചധികം എടുത്താലാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ. അപ്പോൾ ഇതാ നമ്മുടെ സബോള ഇവിടെ ചെറുതായിട്ട് വാടി വന്നു തുടങ്ങിയിട്ടാണ്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇപ്പോൾ മമ്മി ഇവിടെ ഒരു പീസ് ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, നമ്മളിതിലേക്ക് എരിവുള്ള കളറിലൊരു സാധനം കൊടുക്കണ്ടല്ലോ. കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ പച്ചമുളക് ഉണ്ട്, കറിവേപ്പില ഉണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാട്ടോ, പേസ്റ്റ് ആക്കിയതല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല, പൊടിയായിട്ട് അരിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നല്ല പോലെ മൂത്ത് വരണം.
നമ്മുടെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുട്ട ഫ്രൈ ചെയ്ത് അതേ എണ്ണയിലേക്ക് തന്നെ ഒഴിച്ചത് കൊണ്ടാണ് ഈ മഞ്ഞ ഷെയ്ഡ്. അപ്പോൾ ഇതിലേക്ക് മമ്മി അല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത മസാല, അതായത് പെരിഞ്ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, മുഴുവനോടെയുള്ള മല്ലി, ഈ സാധനങ്ങൾ നല്ലപോലെ വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഇത് നമ്മുടെ ആവശ്യാനുസരണം എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ഇടാം. ശരിക്കും പറയണമെങ്കിൽ മമ്മി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് എരിവുള്ളതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു നല്ല പോലെ പഴുത്ത തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം കട്ട തൈര്, പുളിയില്ലാത്ത തൈരും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ മമ്മി ഇപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും ചേർക്കണില്ല. അതിന് പകരമായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു നാരങ്ങ നീരിൻ്റെ പകുതി ആട്ടാ, നമുക്ക് ഒരുപാട് പുളി അങ്ങോട്ട് വേണ്ട. അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഈ നമ്മൾ ചേർത്ത് കൊടുക്കുക ആ പൊടികളുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല മണം വരണം. ഈ സമയത്ത് നമ്മൾ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം, ഒരു ചെറിയ ടീസ്പൂണ് നെയ്യ്, അതും കൂടി ചേർത്ത് നമ്മുടെ മുട്ട റോസ്റ്റ് അടിപൊളി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം നല്ല രീതിയിൽ തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് തിളച്ച ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ സബോളയും ഈ മസാലകളൊക്കെ നല്ല പോലെ ആ വെള്ളത്തിൽ വെന്ത് കുറുകി വരണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടണം. അതാ നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ വെന്ത് കുഴഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മൾ മുട്ട ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചത് ഓരോ പീസുകളായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി തീ കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിൽ ഇതിനെ ആവി കയറ്റണം. ഈ സമയത്ത് നമുക്ക് ഒരല്പം മല്ലിയില ഇതിൻ്റെ മുകളിലേക്കൊന്ന് തൂവി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, മമ്മി നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടുണ്ടായിരുന്നു. ഈ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ടേസ്റ്റാണ് ഇതിൽ മെയിനായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഇത് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കാം. മസാലകൾ കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലേക്കൊന്ന്, മുട്ടയുടെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത്രയ്ക്കേ ഉള്ളൂ. ഒരു തവണയെങ്കിലും മമ്മിയുടെ മക്കൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ മമ്മീനെ വിളിച്ച് പറയണം.